ചേട്ടാ, പാർട്ടി ആറന്മുളയിൽ വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ചുള്ള കലിങ്കുലുഷിതമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും അല്ലേ? അപ്പോ എന്റെ സംശയം ഇതാണ്, ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ വീണ ജോർജ് നല്ല ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. പക്ഷെ ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെ ഞാൻ പറയും. പാർട്ടി എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് വീണ ജോർജിനെ ആറന്മുളയിൽ മത്സരിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്? എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇത് പ്രശാന്ത്, ഇതിൽ നമുക്ക് തോന്നുന്നത് ആറന്മുളയിൽ മറ്റൊരു മുഖത്തെ കണ്ടെത്താൻ CPM ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് ആറന്മുളയിൽ മാത്രമല്ല, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ഒരു 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 പ്രതിസന്ധി എന്ന് പറയുന്നത് പുതിയൊരു തലമുറയെ അവർക്ക് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കാൻ അവർക്കില്ല. ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നു. പെട്ടെന്ന് ഞാൻ ആറന്മുളയിലേക്ക് പാലക്കാടേക്ക് പോകുന്നില്ല, ഉദാഹരണം പറയാനായി പോകുന്നേ ഉള്ളൂ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് മത്സരിച്ച തമാശയ്ക്ക് ചെറുപ്പക്കാരെയാണ് ഇപ്പോൾ അവർ നിർത്താൻ പോകുന്നത്. 10 കൊല്ലം മുമ്പ് മത്സരിച്ച ചെറുപ്പക്കാരെ. അപ്പം ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഈ ആറന്മുളയിലെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് വീണ ജോർജിനെ മത്സരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു മുഖത്തെ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. കാരണം പാർട്ടിക്ക് ഈ ഉണ്ടായിരിക്കുന്ന തട്ടുകേടിന് ഇനി ഒന്നുകൂടെ ഒരു പുതിയൊരാളിനെ നിർത്തി അയാൾക്ക് വീണ്ടും ഒരു പേരുദോഷം, അതായത് നിൽക്കുന്ന ആളിന് ഇവരുണ്ടാക്കി വെച്ച പേരുദോഷം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഈ പേരുദോഷം, അതായത് ഇവർക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് പ്രശാന്ത് കരുതുന്നത്? വെറും മന്ത്രി എന്ന രീതിയിൽ ഇവരുടെ പെർഫോമൻസിന് അവർക്ക് സാധ്യതയുള്ളത് വെറും 42%, അതായത് 50% വരെ. ഇതൊരു പ്രമുഖ ചാനൽ നടത്തിയ സർവേയിൽ നിന്ന് അവർ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു 42% പോയിട്ട് 20% പോലും ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന വീണ ജോർജിന് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹ ജീവി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇല്ല എന്ന് തന്നെയാണ്. ഈ തുടർഭരണങ്ങൾ ഒരു പ്രസ്ഥാനത്തിന് തകർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ആ ഒരു നിൽപ്പ് എന്ന് പറയുന്നത്. തുടർഭരണം ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കും എന്നതിൻ്റെ മകുടോദാഹരണമാണ്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി പറയാൻ സാധിക്കില്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭരണം നടന്ന സമയത്ത് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു? ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റികൾ വന്നു. അതായത് ശൈലജ ടീച്ചർ നിൽക്കുന്ന സമയത്താണ് ഇവിടെ നിപ്പ വരുന്നത്. കോഴിക്കോട് ഭാഗത്ത് നിപ്പ വരുന്നത്. അല്ല, അത് പ്രശാന്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, അവർക്കുണ്ടായ ഒരു പ്രതിസന്ധി തന്നെ പറയാം. അത് ഓപ്പർച്യൂണിറ്റി പ്രശാന്ത് പറയുന്നത് അത് തരണം ചെയ്ത് അപ്പോ അവിടെ ഒരു എഫിഷ്യൻസി ഉപയോഗിച്ച് അവർ നിപ്പ എന്ന് പറയുന്ന വൈറസിനെ ഒരു പരിധി വരെയും തുടച്ചു മാറ്റുവാനും അത് കേരളം മുഴുവൻ വ്യാപിക്കാതിരിക്കുവാനും നോക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കുവാനായിട്ട് ടീച്ചർക്ക് സാധിച്ചു. അതിനുശേഷമാണ് ആ ഒരു കാലയളവിൽ തന്നെയാണ് ഇവിടെ കൊറോണ എന്ന് പറയുന്ന വൈറസ് വ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്തും ടീച്ചർ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ കാര്യക്ഷമത എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ആരോഗ്യ വകുപ്പിനെ എങ്ങനെ താങ്ങി നിർത്താം എന്നത് ടീച്ചർ കാണിച്ചു തന്നത്. ആ ടീച്ചറെ തുടർഭരണം വന്നപ്പോൾ മാറ്റുകയും പകരം അവിടേക്ക് മാധ്യമപ്രവർത്തന രംഗത്ത് മാത്രം പരിചയമുള്ള വീണ ജോർജിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പുതിയ മുഖം വരുന്നു, ഒരു പുതിയ മുഖം കാണുമ്പോൾ ആ മുഖം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും. അല്ല പ്രശാന്ത്, അതിനകത്ത് പറ്റിയത് CPM എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ ഒരു 15 വർഷം, അതായത് ഏതാണ്ട് എൻ്റെ അറിവിൽ 30 വർഷം, അത് കൂടുതൽ 30 വർഷത്തിൽ കൂടുതൽ, അത് ആ വർഷക്കണക്ക് തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. കാര്യം ബംഗാളിൽ ഇവർ ഭരിച്ചതാണ്, അറിയാമല്ലോ. ബംഗാളിൽ ഇവരുടെ ഭരണം 5 ടേം തുടർച്ചയായിട്ട് അവർ ഉണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ പാർട്ടി ഉണ്ടോ അവിടെ? അതെ. അപ്പോ 5 ടേം ഭരിച്ചപ്പോൾ ഇതുപോലെ CPMന് ഉണ്ടായ അപജയത്തിൽ ഇവിടുത്തെ CPM ബുദ്ധിജീവികൾ കണ്ടെത്തിയ ഒരു തീരുമാനമായിരുന്നു, 2ാം നിര നേതാക്കളെ നമുക്ക് മന്ത്രിമാരാക്കാം, മുഖ്യമന്ത്രി ഇദ്ദേഹം മതി. അപ്പോൾ 2ാം നിര നേതാക്കളായിട്ട് ബാലഗോപാൽ വന്നു, രാജീവ് വന്നു, ഇങ്ങനെ മറ്റു പല പേരുകൾ വന്നപ്പോൾ വീണ ജോർജിനെ വെച്ചു. പക്ഷേ വീണ ജോർജും പ്രശാന്ത് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തക എന്ന രീതിയിലായിരിക്കാം അവിടെ ശൈലജ ടീച്ചറിന്റെ കാര്യം പ്രശാന്ത് പറഞ്ഞു. ശൈലജ ടീച്ചർ പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതായത് പ്രശാന്ത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അവരെങ്ങനെയാണ് ഒരു മന്ത്രിയെ ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു നല്ല സംഘടനയുണ്ട്. ഇപ്പോൾ ആ സംഘടന പൊട്ടിപ്പൊളിഞ്ഞെന്നുള്ള സത്യമാണ്. സംഘടനാ രീതിയിൽ ഒരു സംഘടനാ പാഠവും ഒരു സെക്രട്ടറി, ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയാലും ഏരിയ സെക്രട്ടറി ആയാലും ജില്ലാ സെക്രട്ടറി ആയിരുന്നാലും സെക്രട്ടറി എന്ന് പറയുന്ന പദവി എന്ന് പറയുന്ന സംഘടനയെ നിയന്ത്രിച്ചു
കൊണ്ടുപോകുന്നതിന് ചില രീതികളുണ്ട്, അതിന് ചില നീക്കുപോക്കുകളുണ്ട്. ആ നീക്കുപോക്കുകളിൽ പ്രാവീണ്യം നേടുന്നവരെയാണ് അവർ മന്ത്രി പദവി അല്ലെങ്കിൽ പോട്ടെ പാർട്ടി അവർക്ക് സ്ഥാനം കൊടുക്കുന്നത്. ഇത് അത്തരത്തിൽ സംഘടനാ തലത്തിൽ ഒരു തരത്തിലും പ്രാവീണ്യം തേടാത്ത ഒരു വ്യക്തിയാണ് വീണ ജോർജ്. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞ പാർട്ടിയിൽ അവർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ബാക്കിയിരിക്കുന്ന മന്ത്രിമാരൊക്കെ തന്നെ കോൺഗ്രസിലായിരുന്നാലും, CPM മാറ്റി നിർത്തുക, CPM പോട്ടെ, കോൺഗ്രസിലായാലും എങ്ങനെയാണ് ഒരാളെ നേതാവിനെ മന്ത്രിയാക്കുന്നത് അല്ലെങ്കിൽ MLA ആക്കുന്നത്? ഇപ്പോൾ പ്രശാന്തിന് അറിയാം, ഒരു സംഘടന, ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ലോക്കൽ ഒരു 10 പേരുണ്ടെങ്കിൽ അവർ വെക്കുന്ന മീറ്റിംഗിന്റെ മെറിറ്റ്സ്, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് വെച്ചുള്ള പരിപാടികൾ, ഇതൊരു അഡ്മിനിസ്ട്രേഷനാണ്. ഇതുപോലൊരു ഗുണം എവിടെ വീണ ജോർജിനുണ്ട്? വീണ ജോർജ് ഡെസ്കിൽ വരുന്ന വാർത്തകൾ പിന്നെ കമ്പോസ് ചെയ്യുന്നു, വൈകുന്നേരത്തേക്ക് ഡിബേറ്റ് ഉണ്ടാവും, 7 മണി അല്ലെങ്കിൽ 8 മണിക്ക് ഡിബേറ്റ് ഉണ്ടാവും. വീണ ജോർജ് തന്നെ ആയിരിക്കും നേരിട്ട് നേതാക്കളെ വെച്ച് വാർത്തകൾ വായിച്ചു. അങ്ങനെ നേതാക്കളെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് അത് ചർച്ച കൊണ്ടുപോയി അത് ഫ്ലോപ്പ് ആവാതെ കൊണ്ടുപോയി ഒരു പാടവമുള്ള വീണ ജോർജിന് എങ്ങനെ ഭരണ നൈപുണ്യം ഉണ്ടാകും? അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസാരത്തിൽ. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സംസാരം ഇവിടെ അവസാനിക്കല്ലേ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ചേട്ടൻ പറഞ്ഞ ബംഗാളിലെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടത്, നമ്മൾ ആറന്മുളയിലേക്ക് തന്നെ നമ്മൾ പോവാണ്. ബംഗാളിലെ കാര്യം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ആറന്മുളയിൽ 2 തവണ ഇവർ ഈ പറയുന്ന പോലെ ശിവദാസൻ നായരോട് തോറ്റതാണ്. അറിയാം, പ്രശാന്തിന്റെ നാട് കോട്ടയമാണ്, പ്രശാന്തിന് ആറന്മുളയെ കുറിച്ച് അറിയാം. ആറന്മുള ദൂരമില്ലല്ലോ. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രദേശം. പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ശബരിമലയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ അവമതിപ്പ് അവിടെ ഇത് ഈ പറയുന്ന രീതിയിൽ പ്രതിഫലിക്കില്ല എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം, യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ഈ പറയുന്ന വലതുപക്ഷവും അതുപോലെ തന്നെ ഈ പറയുന്ന BJPയും അതിന്റെ അനുബന്ധ സംഘടനകളും ആ ഒരു ശബരിമല വിഷയത്തെ ഉറക്കെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുവാനായി കേരളത്തിൽ നിർത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പ്രശ്നമാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ യുവതീ പ്രവേശനത്തിനെതിരെ ഇവിടുത്തെ വിശ്വാസികളെല്ലാം തന്നെ എതിരാണെങ്കിൽ പോലും അത് അല്ല പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല പ്രശ്നമൊന്നും അല്ല ചേട്ടാ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിന്റെ പേരിൽ എനിക്കൊരു പക്ഷേ കമന്റ് ബോക്സിൽ നിറയെ തെറിവിളിയായിരിക്കാം, എന്നെ കൂട്ടം കൂടി വെട്ടുകളി കൂട്ടങ്ങൾ ആക്രമിക്കാം. അതായത് ഇടതുപക്ഷത്തിന്റെ വെട്ടുകളി കൂട്ടങ്ങൾ എന്ന് തന്നെ പറയണം, സൈബർ പോരാളികൾ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയേണ്ടി വരും. അവരെന്നെ കൂട്ടം കൂടി ആക്രമിച്ചേക്കാം, എന്റെ മാതാപിതാക്കൾക്ക് വിളിച്ചേക്കാം. പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, പ്രസ്ഥാനത്തിന് മേലെ ഒരു നേതാവ് വളർന്നു വന്നാൽ, ഒരു പ്രസ്ഥാനത്തിന് മേലെ ഒരു നേതാവ് വളർന്നു വന്നാൽ അത് ആ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കി ആ പ്രസ്ഥാനത്തെ പാതാളത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ഒരു പ്രവണതയാകുമെന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്ന് എന്നെ ഭേദ്യം പറയുന്ന ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവികൾക്ക് പോലും അതങ്ങനെ അല്ല എന്ന് സമ്മതിച്ചു തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യാന്തമായ കാര്യം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു നിർത്തട്ടെ ചേട്ടാ, ഇത് ഞാൻ എന്റെ കോപമോ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു സംഭവങ്ങളോ അല്ല പറയുന്നത്. ഇവിടെ പല നേതാക്കളും പ്രസ്ഥാനത്തിന് മേലെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, മുൻപ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് വേണ്ടി പോരാടുന്ന, സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തുന്ന, സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഈ മലയാള മണ്ണിൽ ഈ പറയുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരള ഘടകം ഈ മലയാള മണ്ണിൽ പച്ചപിടിച്ചു വന്നത്. ഒരു കാലത്ത് അടിമത്തവും അതുപോലെ തന്നെ അനാചാരങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവന്റെ കത്തിക്കാളുന്ന വയറിന്റെ വിശപ്പടക്കുവാൻ വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവനെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത പ്രസ്ഥാനമാണ്. അതിൽ പറയുന്ന സഖാവെന്ന വാക്കിനർത്ഥം സുഹൃത്തെന്നാണ്, അല്ലെങ്കിൽ വഴികാട്ടി എന്നാണ്. അതുമല്ലെങ്കിൽ താങ്ങായും തള്ളായി നിൽക്കുന്നവനെന്നാണ്. ഇന്നത്തെ ഏത് സഖാവിനെ പറയാൻ പറ്റും അവനൊരു സഖാവാണെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പൊതുവിൽ നമ്മൾ പറയുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മള് വീണ ജോർജിൽ തുടങ്ങി, അല്ല ഞാൻ പറഞ്ഞത് താങ്കളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാവും. കാര്യം ഒരു പറയുന്ന രീതിയിൽ താങ്കൾക്ക് ഈ പറയുന്ന സോഷ്യലിസത്തോട്, കമ്മ്യൂണിസം ഞാൻ പറയുന്നില്ല, സോഷ്യലിസത്തോട് താങ്കൾക്കുള്ള ആഭിമുഖ്യമായി ഞാൻ ഇതിൽ കരുതും. നമുക്ക് നമ്മുടെ സംസാരം സോഷ്യലിസ്റ്റ് ആണ്. അതെ, നമ്മുടെ സംസാരം അവസാനിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കാം. അതായത് വീണ ജോർജിന് 42.21% ജയിക്കാനുള്ള സാധ്യതയെന്നും UDFന് അതായത് 39.42% UDFന് സാധ്യതയുണ്ടെന്നും BJPക്ക് 18.37% സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട, സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതൊന്നു മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ വീണ ജോർജ് ഇത്തവണ ഒരു വൻ അഗ്നി പരീക്ഷ നേരിടേണ്ടി വരും. കാര്യം ശബരിമലയുടെ ഇത് നമ്മുടെ ഈ പറയുന്ന സ്ട്രോങ് റൂം പത്തനംതിട്ടയിൽ ആറന്മുളയിലാണ്
ശബരിമലയുടെ ചേട്ടാ, സ്ട്രോങ് റൂം ഉള്ളത്. അപ്പോ ചേട്ടാ, ഇത്ര മാത്രമേ ഉള്ളൂ. ചേട്ടാ, ആറന്മുളയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുതരാം. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചാവേറായിട്ടാണ് ഈ പറയുന്ന വീണ ജോർജിനെ അങ്ങോട്ടേക്ക് നിർത്താൻ. ഇല്ല, ചാവേറൊന്നുമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അവരുടെ പാർട്ടി അവരെ താലത്തിലാണ് വെച്ചിരിക്കുന്നത്. കാര്യം അവിടുത്തെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഈ പറയുന്ന വീണ ജോർജിന് കിട്ടുമെന്ന. പക്ഷെ അവരുടെ ഭർത്താവ് ഇപ്പോ ഒരു ഇടഞ്ഞു നിൽക്കുകയാണ്. അവരെ മക്കൾ കുട്ടികളാണ്, അവർക്ക് കൂടെ ഉണ്ടാകണം, അമ്മ കൂടെ ഉണ്ടാകണമെന്ന് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമുദായത്തിന്റെ വോട്ട് വന്നത് അവരുടെ ഭർത്താവ് ജോർജ് വഴിയായിരുന്നു. വീണ ജോർജ് വഴിയായിരുന്നു വന്നത്. ജോർജ് ഇടഞ്ഞു നിൽക്കുന്നു. 2, ഇനി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഈ പറയുന്ന സമുദായം വീണ ജോർജിന് വേണ്ടി വോട്ട് ചെയ്യില്ല പ്രശാന്തേ. കാരണം നമുക്ക് മറക്കാനോ പൊറുക്കാനോ കഴിയുന്നതിനപ്പുറം കാര്യങ്ങൾ വീണ ജോർജ് ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് തന്നിട്ടുണ്ട്. എവിടെയോ ഉള്ള ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വീണതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വീണ ജോർജ്, സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞ വീണ ജോർജ്. ചേട്ടൻ പറഞ്ഞതിനകത്ത് എനിക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇനി അവസാനിപ്പിക്കാം. പാർട്ടി വീണ ജോർജിനെ ഒരു താലത്തിൽ കൊണ്ടുനടക്കുന്നുവെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ ആ താലത്തിൽ കൊണ്ടുനടക്കുമ്പോൾ ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ താലം എന്ന് പറയുന്നത് തട്ടിമറിയാനായിട്ട് ഒരു ചെറിയ തട്ട് മതി, അല്ലാതെ ഒരു കൊടുങ്കാറ്റ് വീശേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് സംഭവിക്കാതിരിക്കട്ടെ.